നടൻ ദിലീപ് 8ാമതാണ് പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സെഷൻസ് അതിനകത്തുണ്ട്, ഗൂഢാലോചന അങ്ങനെ അങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 8ാമത്തെ പ്രതിപട്ടികയിൽ വന്ന ആളും 1ാമത്തെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആളും ഇവർ രണ്ടും ഈക്വലി ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കേസ് സംഭവിക്കുകയാണ്, ഒരു റേപ്പ് പോലെയുള്ള ഒരു കേസ് സംഭവിക്കുമ്പോൾ ആ ആക്ടിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ ആദ്യ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടരന്വേഷണ വേളകളിലാണ് ഇതിനകത്ത് ആരൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അവരുടെയൊക്കെ റോൾ എന്തായിരുന്നു, അവരൊക്കെ എത്തരത്തിൽ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെയാണ് പിന്നീടുള്ള പ്രതികൾ ഈ പ്രതിപട്ടികയിലേക്ക് വരുന്നതും. അപ്പോൾ ഈ 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, 1ാം പ്രതിക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹി ഹാഡ് കമ്മിറ്റഡ് ദി ഒഫൻസ്. അയാൾ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്, കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ് അലിഗേഷൻ. ചെയ്തു എന്ന് ഞാൻ പറയില്ല, അലിഗേഷൻ. 8ാം പ്രതി അതിന് ഒത്താശ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് 120B IPC എന്ന വകുപ്പ് ചേർത്താണ് ആ പർട്ടിക്കുലർ വ്യക്തിയെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അന്വേഷണ വേളയിൽ പ്രതികൾ ഒഴിവാക്കപ്പെടാം, പ്രതികൾ ആഡ് ചെയ്യപ്പെടാം. അത് അന്വേഷണത്തിൻ്റെ വളരെ ഒരു നോർമൽ പ്രോസസ്സാണ്. ഈ കേസിൽ മാത്രമായിട്ടൊരു പ്രത്യേകതയൊന്നും സംഭവിച്ചിട്ടില്ല.